CPIM മുഖപത്രമായ ദേശാഭിമാനിയിൽ സമസ്ത നേതാവിന്റെ ലേഖനം ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ലേഖനമാണ് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ചരിത്രത്തിലാദ്യമായാണ് സമസ്തയുടെ ലേഖനം ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിക്കുന്നത്. സമസ്ത ലീഗ് തർക്കം നിലനിൽക്കുമ്പോൾ ഇതിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, ഇതിപ്പോൾ റമദാനുമായി ബന്ധപ്പെട്ട അതാണ് ലേഖനം. അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ വായനകൾക്ക് സാധ്യതയുണ്ടാകുന്നുണ്ടോ? ദീപക് ധർമ്മടം അല്പസമയത്തിനകം ചേരും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. ദേശാഭിമാനി പത്രത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ലേഖനം വന്നിരിക്കുകയാണ്. CPIMന്റെ മുഖപത്രമായ ദേശാഭിമാനിയിൽ സമസ്ത നേതാവിൻ്റെ ലേഖനം വന്നിരിക്കുന്നു എന്നതാണ് പ്രത്യേകതയായത്. ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ലേഖനമാണ് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ചരിത്രത്തിലാദ്യമായാണ് സമസ്തയുടെ ലേഖനം ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിക്കുന്നത്. ദീപക് ധർമ്മടമുണ്ട്. ദീപക്, റമദാൻ നോമ്പുമായി ബന്ധപ്പെട്ട ലേഖനമാണ്. അതിനപ്പുറത്ത് രാഷ്ട്രീയ വായനകൾക്ക് സാധ്യതയുണ്ടോ ഇത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദേശാഭിമാനി ഇതുവരെ സമസ്തയുടെ നേതാവിനെ കൊണ്ട് റമദാൻ ലേഖനം എഴുതിച്ചിട്ടില്ല എന്നുള്ളതും, അല്ലെങ്കിൽ സമസ്തയുടെ ലേഖനം ദേശാഭിമാനിയുടെ മുഖപ്രസംഗ പേജിൽ, എഡിറ്റോറിയൽ പേജിൽ മുഖലേഖനമായി വന്നിട്ടില്ല എന്നുള്ളതുമാണ് ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം. രണ്ട് കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഒന്ന്, സമസ്ത ലീഗ് തർക്കങ്ങൾ തീർന്നുവെന്ന് നേതാക്കൾ പറയുമ്പോഴും അണികൾക്കിടയിൽ പ്രാദേശികമായി മാത്രവുമല്ല പൊന്നാനിയിലെ ഇടത് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള രഹസ്യ ക്യാമ്പയിനിൽ സമസ്തയുടെ പല കമ്മിറ്റികളും ഇടപെടുന്നു. അത്തരത്തിലുള്ള വാർത്തകൾ കൂടി, വിവരങ്ങൾ കൂടി അകത്തളത്തിൽ നിന്നും ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ ദേശാഭിമാനിയുടെ റമദാൻ ലേഖനം, അതും ജഫ്രി മുത്തുക്കോയ തങ്ങളുടേതാകുമ്പോൾ അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ട് വേണു. പ്രത്യേകിച്ചും റമദാൻ മാസം അതിൽ പാലസ്തീൻ വിഷയം ചൂണ്ടിക്കാണിക്കുന്നു. മർദ്ദിതരുടെ, പീഡിതരുടെ ഒപ്പം നിൽക്കലാണ് ഈ റമദാന്റെ സന്ദേശം എന്ന് ആ ലേഖനത്തിൽ ജഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുമ്പോൾ അതിനൊരു രാഷ്ട്രീയ മാനമുണ്ടെന്ന് വ്യാഖ്യാനിക്കാൻ സാധിക്കും. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴാണ് ദേശാഭിമാനിയുടെ മുഖലേഖനമായി, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സമീപകാല ചരിത്രത്തിൽ ദേശാഭിമാനിയിൽ ജഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഇത്തരം ഒരു ലേഖനം വന്നിട്ടില്ല. അത് വരുമ്പോൾ സ്വാഭാവികമായി സുപ്രഭാതത്തിലും അല്ലെങ്കിൽ ചന്ദ്രികയിലുമാണ് ഇവരുടെ ലേഖനങ്ങൾ പ്രത്യക്ഷപ്പെടാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ലേഖനം വരുമ്പോൾ അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ട്. വേണു ബാലകൃഷ്ണൻ. ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.